ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ദേവാനാം ച ഹൃഷീനാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയറ്റം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി, ഗുരു, വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ, ജീവയതി ഇത് ജീവഹ, ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എപ്രകാരം മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. വ്യാഴം മഹാവിഷ്ണുവാണ്, ജീവോ നാരായണ. വ്യാഴത്തെ കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജഗശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. നവഗ്രഹ സ്തോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷീനാഞ്ച ഗുരും, അല്ലേ? ദേവന്മാരുടെയും ഋഷികളുടെയും ആചാര്യനായ കാഞ്ചനസന്നിഭം, സ്വർണത്തിൻ്റെ ആ നിറത്തോടുകൂടിയ, സദൃശമായ നിറത്തോടുകൂടിയ, ശോഭയോടു കൂടിയവനും, ബുദ്ധിഭൂതം ത്രിലോകേശം, 3 ലോകത്തിൻ്റെയും ഈശനും, ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും. അതിനാൽ നവഗ്രഹ സ്തോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു. വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 മേടമാസം 31-ാം തീയതി, അതായത് 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10 മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം 1 വർഷമാണ്. കഴിഞ്ഞ 1 വർഷമായി വ്യാഴം എവിടെയായിരുന്നു? ഇടവത്തിലായിരുന്നു. ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1 വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം. ശനി 2.5 വർഷം, രാഹുകേതുക്കൾ 1.5 വർഷം, വ്യാഴം 1 വർഷം. അതാണ് 12 രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ 12 വർഷത്തെ 12 ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട്. പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം. അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വ്യാഴം 1 വർഷം എത്ര കാലം വരെയാണ് മിഥുനൻ രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം. വ്യാഴം 1201 ഇടവ മാസം 18-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതി പുലർച്ചെ 2 മണി വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു. 1 വർഷക്കാലം സമയം ലഭിക്കുന്നതാണ്. അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട്. എപ്പോഴാണ് ആ മൗഢ്യം? 1200 ഇടവ മാസം 29-ാം തീയതി മുതൽ മിഥുനമാസം 23-ാം തീയതി വരെയുള്ള സമയം, അതായത് 2025 ജൂൺ 13 മുതൽ ജൂലൈ 7 വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട്. സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യമുണ്ടാവുക. സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക. മൗഢ്യമുള്ള വ്യാഴൻ്റെ സമയത്ത് സാമ്പത്തിക വിഷയം, സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, അവരുടെ രോഗാദി അരിഷ്ടതകൾ, രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ
ക്ലേശങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഏതായാലും മിഥുനത്തിലേക്ക് ഇതാ വ്യാഴം പ്രവേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ വ്യാഴം മിഥുന രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് ധനുരാശിക്കാർക്കുണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ്. ഒരു വലിയ പ്രധാനമായ ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കാരണം ധനുരാശിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു വ്യാഴം. ധനുരാശിയുടെ അധിപനാകുന്നു വ്യാഴം. ആ വ്യാഴം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ ദുർബലമായി 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തായിരുന്നു. ആ വ്യാഴമാണ് ഇപ്പോൾ ചാരവശാൽ മിഥുനത്തിലേക്ക് വരുന്നത്, ധനുരാശിക്കാർക്ക് 7-ാം ഭാവത്തിലേക്ക് വരുന്നത്. എന്താണ് ധനുരാശി എന്ന് നിങ്ങൾ അറിയണം. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് വ്യാഴം 7-ാം ഭാവത്തിലേക്ക് നിൽക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതൊരു ഗ്രഹം തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയാണെങ്കിൽ അത് രാജയോഗമാകുന്നു. ധനുരാശിയിലേക്ക് രാശ്യധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി, സമ്പൂർണ്ണ ദൃഷ്ടി 7-ാം ഭാവത്തിലേക്ക് വരുന്നു. എപ്പോൾ? മെയ് 15-ാം തീയതി മുതൽ. ഒരു വലിയ രാജയോഗമാണ് ഇവിടെ സംഭവിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ദുരിതത്തിലായ വ്യാഴം ദുർബലമായ 6-ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിന്നും 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. വലിയ മാറ്റങ്ങൾ ആർക്കുണ്ടാകും? ധനുരാശിക്കാർക്കുണ്ടാകും. ധനുരാശിക്കാർക്ക് വ്യാഴം 2 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു. ഒന്ന് ധനുരാശിയുടേത് തന്നെ, മറ്റൊന്ന് മീനൻ രാശിയുടേത്, 4-ാം ഭാവാധിപൻ്റെ. മറ്റൊന്ന് 4-ാം ഭാവാധിപനായ ധനുവിൻ്റെ 4-ാം ഭാവാധിപത്യമുള്ള മീനൻ രാശിയുടെ ആധിപത്യവും വ്യാഴത്തിനാണ്. 2 ഭാവങ്ങളുടെയും ആധിപത്യമുള്ള വ്യാഴമിത കേന്ദ്രസ്ഥനായി 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒന്ന് ധനുരാശിയുടെ ആധിപത്യം, ലഗ്നാധിപത്യം, ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം ജയോ വപുസ്ഥ തൽസർവം ചിന്തനീയം വിലഗ്നത. അപ്പോൾ തൻ്റെ ദേഹത്തിൻ്റെ സ്വസ്ഥമായ അവസ്ഥ, സ്ഥിതി, തൻ്റെ സ്റ്റെബിലിറ്റി, തൻ്റെ യാത്ര, ഒരു വ്യക്തിയുടെ ഓൾ ടുഗദർ എല്ലാമായ പുരോഗതിയും അധോഗതിയും ഒക്കെ ചിന്തിക്കുക ലഗ്നം കൊണ്ടാണ്. അവിടെ ലഗ്നാധിപനായ ഗ്രഹം ബലവാനാണെങ്കിൽ ആ ഭാവത്തിന് വളരെയധികം ബലമുണ്ടാകും. ലഗ്നേ ബലിഷ്ഠേ ജഗതി പ്രഭുത്വം എന്നാണ്. അപ്പോൾ ലഗ്നാധിപൻ ബലവാനായി നിൽക്കുകയാണെങ്കിൽ തനിക്ക് പ്രഭുത്വമുണ്ടാകും. സുഖസ്ഥിതിയും ദേഹബലം സുവർച്ച, നല്ല ദേഹബലമുണ്ടാകും. ഉപരി അഭ്യുദയാഭിവൃദ്ധിയും പ്രാപ്തേ ബാലേന്ദുവത് ഏഷജാത. ബാലേന്ദുവത്, ചെറിയ ചന്ദ്രനെ പോലെ, ബാലചന്ദ്രനെ പോലെ അയാൾ എന്തു ചെയ്യും? ബാലചന്ദ്രൻ എന്തു ചെയ്യും? കറുത്തപക്ഷത്തിൽ നിന്നും ബാലചന്ദ്രൻ വെളുത്തപക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രമേണ അദ്ദേഹം എന്തു ചെയ്യും? പൗർണമിയിലേക്ക് എത്തും. അപ്രകാരം ഒരു വ്യക്തി ബാലചന്ദ്രനെ പോലെ പ്രകാശിച്ച് എന്തു ചെയ്യുന്നു? ആചന്ദ്രതാരകം പ്രകാശത്തെ, സൗരഭ്യത്തെ, പ്രകാശത്തെ പടർത്തുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിനാൽ ഒരു വ്യക്തിയുടെ സർവതോമുഖമായ അഭ്യുദയത്തിന്, ഉയർച്ചയ്ക്ക് 7-ൽ നിൽക്കുന്ന, മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രാപ്തനാകുന്നു. പിന്നീട് 4-ാം ഭാവാധിപത്യം കൊണ്ട് ചിന്തിക്കേണ്ടുന്ന എല്ലാ ഭാവങ്ങൾക്കും പൂർണ്ണത വരുന്നു. മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംഭ ശാനന്യ വൃദ്ധിർ പശ്വാധികം ജന്മഗൃഹ ചതുർത്ഥാത്. 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് തൻ്റെ വീടാണ്, തൻ്റെ അമ്മയാണ്, അമ്മാവനാണ്, മരുമക്കളാണ്, സുഹൃത്തുക്കളാണ്, തൻ്റെ യാത്രയാണ്, തൻ്റെ വാഹനമാണ്, തൻ്റെ ആഡംബര സുഖഭോഗങ്ങളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 4-ാം ഭാവം. തൻ്റെ ഭൂമിയാണ്, തൻ്റെ വീടാണ്. ഇതിനൊക്കെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഉണ്ടായിരുന്ന മുടക്കങ്ങളൊക്കെ മാറി ഈ വ്യാഴം ഒരു വ്യക്തിയെ ഭൂമി എടുക്കുവാനും, കൺസ്ട്രക്ഷൻ, തനിക്ക് വേണ്ടാത്ത ഭൂമി വിൽക്കുവാനും, തൻ്റെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ തനിക്ക് എല്ലാവിധ പ്രാർത്ഥനകൾ ചെയ്യുവാനുമുള്ള അനുഗ്രഹാശിസ്സുകൾ വ്യാഴം നൽകുന്നു. അത്ര ശക്തമായി വ്യാഴം 7-ാം ഭാവത്തിലേക്ക് നിൽക്കുന്നു. ഈ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ 7-ാം ഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് പൂർണ്ണത കൈവരുത്തും.
സൗമ്യേ വിവാഹഘടന. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ വിവാഹഘടന, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ശ്രുതിങ് ഭോഗാവാപ്തി, നല്ല സ്ത്രീകളുടെ ഭോഗസുഖം ലഭിക്കുന്നു. വിദേശയാത സുഹൃത്ത് ആയാനാധികം സ്യാത് ഫലം, വിദേശത്തുള്ള സുഹൃത്തിൽ നിന്നും വരവ് ലഭിക്കുന്നു. പിന്നെയോ തനിക്ക് നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടുന്നു. നഷ്ടാർത്ഥ ലാഭ എന്ന് ഫലം പറഞ്ഞിട്ടുണ്ട്. പലരും യാത്ര ചെയ്യാൻ കാശ് കൊടുത്തിരിക്കും, അത് കഴിഞ്ഞ് 1 വർഷമായി കിട്ടാതെ ലഭിക്കാതെ ഇരിക്കുക. അപ്പോൾ അതിന് തക്കതായ രീതിയിൽ വിസ ലഭിക്കുക, യാത്രാ സൗഭാഗ്യങ്ങൾ ലഭിക്കുക. അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് കഴിയുന്നില്ല, വി ആർ സോറി, ഇതാ നിങ്ങളുടെ കാശിതാ. അങ്ങനെ കാശ് ലഭിക്കും ഈ വ്യാഴത്തിനെ കൊണ്ട്. നല്ല ഫലമാണ് 7-ൽ നിൽക്കുന്ന വ്യാഴം. ധനുരാശിക്കാർക്ക് വളരെയധികം അനുകൂലമാണ് ഈ 7-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ പ്രയാണം. രാഹു 3-ാം ഭാവത്തിലേക്ക് വരുന്നു. ഈ വർഷം ഏറ്റവും നല്ല ശുഭഫലങ്ങൾ വ്യാഴത്തിൻ്റെ മാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഒരു രാശി ധനുരാശിയാണ്. അപ്രകാരം വിദേശയാത്ര അല്ലെങ്കിൽ വിദേശത്ത് കൊടുത്ത ധനം മുടങ്ങിക്കിടക്കുന്നതൊക്കെ തിരിച്ചു കിട്ടുവാൻ ഈ വ്യാഴം ഒരു വ്യക്തിയെ പ്രാപ്തനാക്കും, ഒരു സംശയവുമില്ല. ധർമ്മദൈവ സങ്കേതത്തിൽ പോകണം. അവിടെ വിളക്കിലേക്ക് എണ്ണ, തിരി കൊടുക്കുക, നല്ല വിളക്ക് കൊടുക്കുക. പിന്നീട് തദ്ദത് ദേവതകൾക്ക് അവിടെ ഏത് ദേവതകളാണ് ഉള്ളത് എങ്കിൽ അവിടെ വഴിപാടുകൾ ചെയ്യും. ഞാനിപ്പോൾ കണ്ണൂർ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ കൃഷ്ണക്ഷേത്രത്തിലാണ് ഞാൻ പോയത്. ഇന്ന് കാലത്ത് ഞാൻ പോയി. അവിടെ വെച്ച് ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലി, ഉച്ചത്തിൽ ചൊല്ലി, ആദിത്യഹൃദയ മന്ത്രം ജപിച്ചു. ഭാര്യാസന്താനങ്ങളുടെയൊക്കെ പേരിൽ ഞാൻ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്തു. എൻ്റെ ഒരു മകന് പരീക്ഷയാണ്, ആ മകൻ്റെ പേരിൽ ഞാൻ വെണ്ണ നിവേദ്യം ചെയ്തു. ഞാൻ നെയ്വിളക്ക് സമർപ്പിച്ചിട്ടാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയത്. ഇന്നത്തെ ദിനത്തിൻ്റെ ഒരു എനർജി ഞാൻ അങ്ങേയറ്റം അനുഭവിക്കുന്നു. ഓറ എൻ്റെ ശരീരത്തിൽ അങ്ങേയറ്റം വ്യാപിച്ചു കിടക്കുകയാണ്. അതിനാൽ ധർമ്മദൈവ സങ്കേതങ്ങളിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിലും തദ്ദത് ദേവതകൾക്ക് ഭദ്രാളി ക്ഷേത്രമാണെങ്കിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം ചെയ്യാം, മുട്ടറക്കൽ ചെയ്യാം നാളികേരം കൊണ്ട്. മനസ്സിലായില്ലേ? നരസിംഹക്ഷേത്രമാണെങ്കിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന ചെയ്യാം. ശിവക്ഷേത്രമാണെങ്കിൽ കൂളമാല, ജലധാര, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ശംഖാഭിഷേകം ഒക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. തദ്ദത് ദേവതകളുടെ വഴിപാടുകൾ ചെയ്ത് നിങ്ങൾ ഈ ഒരു വർഷത്തെ വ്യാഴക്കാലം നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. ഈ വ്യാഴം നിങ്ങൾക്കെല്ലാം തരും. ധനുരാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരും, ഒരു സംശയവുമില്ല. നാരായണ കവചവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഉപകരിക്കും. ആർക്ക്? ധനുരാശിക്കാർക്ക് ഈ ഒരു വേളയിൽ. 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഹോരാശാസ്ത്രകാരൻ വരാഹമിഹിര ആചാര്യൻ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പിതൃതോദിക. പിതാവിനേക്കാൾ ഈ വ്യക്തി പ്രശസ്തനാവും, തൻ്റെ അച്ഛനേക്കാൾ പേരും പ്രശസ്തിയും ഉണ്ടാകും. പല ജാതകത്തിലും അത് കണ്ടിട്ടുണ്ട്. 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ പിതാവിനേക്കാളും പ്രശസ്തനാകുന്ന ഫലങ്ങൾ അത് പലപ്പോഴും ഏറ്റവും അധികം ബാധിക്കുക, അത് പലപ്പോഴും വ്യാഴം സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരിക. ഉദാഹരണമായി മകരലഗ്നമായി 7-ൽ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ അയാൾ തൻ്റെ പിതാവിനേക്കാളും പേരും പ്രശസ്തിയും ഉണ്ടാക്കും തൻ്റെ കഠിനാധ്വാനത്തിലൂടെ, യാത്രയിലൂടെ. അപ്രകാരം വ്യാഴം മിഥുനം ലഗ്നമായി 7-ൽ വ്യാഴം ധനുവിൽ നിൽക്കുമ്പോഴും മകൻ അച്ഛനേക്കാളും പ്രശസ്തനാകും. അപ്രകാരം തന്നെ കന്നി ലഗ്നമായി 7-ൽ വ്യാഴം മീനത്തിൽ വരുമ്പോഴും മകൻ പിതാവിനേക്കാളും പ്രശസ്തനാവും. 7-ൽ വ്യാഴം ബലവാനായി നിൽക്കണം. കർക്കിടക ലഗ്നമായി മകരത്തിൽ 7-ൽ വ്യാഴം വന്നാൽ ആ ഒരു ഫലങ്ങളൊന്നും അനുഭവിക്കുകയില്ല. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇഷ്ടപ്പെട്ട ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം വ്യാഴം 7-ൽ ശക്തനായി നിൽക്കുകയാണെങ്കിൽ മകൻ പിതാവിനേക്കാളും പ്രശസ്തനാകും. ഒറ്റഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ, പിതൃതോദിക. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് നല്ല ഫലമാണ്. മതിസസ്യ ബഹ്വി വിഭൂതിശ്ച ബഹ്വി രതിർവൈ ഭവേത് നാം അബഹ്വി. ഇദ്ദേഹത്തിന് ധാരാളം ബുദ്ധിശക്തി ഉണ്ടാവും 7-ൽ വ്യാഴം നിൽക്കുമ്പോൾ. ധാരാളം സൗഭാഗ്യങ്ങൾ, വിഭൂതികൾ, സൗഭാഗ്യങ്ങൾ അനുഭവിക്കും. സ്ത്രീകൾക്ക് ഇദ്ദേഹത്തോടുള്ള രതി വേണ്ടത്ര ഉണ്ടാവുകയില്ല. സ്ത്രീകൾക്ക് തന്നോടുള്ള താല്പര്യം പലപ്പോഴും ഭാര്യയ്ക്കും 7-ൽ വ്യാഴം നിൽക്കുമ്പോൾ ഭർത്താവിനോട് താല്പര്യം കുറവായി വരുന്നത് കാണാം. ഗുരു ഗർവഗസ്യ ജാമിത്രഭാവേ സപിണ്ഡാധികോഖണ്ഡ ഗന്ധർപ്പയേവ. ഇദ്ദേഹത്തിൻ്റെ ശരീര സൗന്ദര്യം വളരെ കൂടുതലായിരിക്കും. മറ്റുള്ളവർക്ക് കൗതുകമുണർത്തുന്ന കാമവാസന, കാമ അനുഭവം ഉണ്ടാക്കുന്ന ശരീരമായിരിക്കും 7-ൽ വ്യാഴമുള്ള വ്യക്തിയുടെ ശരീരം. സ്ത്രീകൾക്ക് വളരെയധികം രതി തോന്നും ഇദ്ദേഹത്തിൻ്റെ ശരീരം കാണുമ്പോൾ എന്നാണ് ഫലം. പിന്നീടോ ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക്, അദ്ദേഹം
ഏറ്റവും നല്ല ബന്ധുക്കളോടുകൂടി ഇരിക്കും, അഹങ്കരിക്കും. എന്നിട്ട് ബന്ധുഫലത്താൽ ഇദ്ദേഹം വളരെ അഭിമാനിയും അഹങ്കാരിയുമായി തീരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നുണ്ട് 7-ൽ വ്യാഴം വരുമ്പോൾ. പലരുടെ ജാതകത്തിലും നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒരു അനുഭവം കണ്ടിട്ടുണ്ട്. കേസ് സ്റ്റഡിക്ക് ഞാൻ ധാരാളം ജാതകങ്ങൾ കേസ് സ്റ്റഡിക്ക് 300-ലധികം ജാതകങ്ങൾ കേസ് സ്റ്റഡിക്ക് സംഘടിപ്പിച്ചിരുന്നു. ആ സമയത്ത് അവരുടെ ആ വ്യക്തിത്വം വിലയിരുത്തുന്ന സമയത്ത് 3-4 പേരുടെ ജാതകത്തിൽ 7-ൽ വ്യാഴമായിരുന്നു. ഈ പറഞ്ഞ ലക്ഷണം വളരെ കൂടുതലായിരുന്നു. വളരെയധികം ധിക്കാരപരമായും അഹങ്കാരികളായും 7-ൽ വ്യാഴം വരുന്ന വ്യക്തിയെ കാണാറുണ്ട്. തനിക്ക് അപകടമുണ്ടാക്കുന്ന അഹങ്കാരങ്ങൾ അല്ലെങ്കിൽ ദുരഭിമാനങ്ങൾ ഉപേക്ഷിക്കുവാൻ എപ്പോഴും തയ്യാറാകണം. അല്ലെങ്കിൽ അതുകൊണ്ട് പലപ്പോഴും പ്രയാസങ്ങളുണ്ടാകും. ഏതായാലും ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു, ധനുരാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. ഈ ഒരു വർഷം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേടാൻ പറ്റുന്നതൊക്കെ നേടാൻ ശ്രമിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.